ഹലോ, നമ്മൾ ഇന്ന് ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവന്റെ ജനിതകം അല്ലെങ്കിൽ ജനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് കുറേശ്ശെ പഠിച്ച് മുന്നോട്ട് പോകാം. കുറേശ്ശെ പഠിച്ചാൽ മതി, പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്കും വളരെ കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ ജീൻ എന്താണ്, ജീൻ എഡിറ്റിംഗ് എന്താണ്, അങ്ങനെയുള്ള ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ജീവന്റെ ജനിതകം, ജനറ്റിക്സ് ഓഫ് ലൈഫ്. എന്താണ് ജനിതകം അല്ലെങ്കിൽ ജനറ്റിക്സ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും പറയുന്നുണ്ടാവും, അച്ഛൻ്റെ പോലത്തെ മൂക്കാണ്, അമ്മയുടെ പോലത്തെ മുടിയാണ്, അച്ഛൻ്റെ നിറമാണ്, അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഒരു സ്വഭാവങ്ങളാവട്ടെ, ഘടനയാവട്ടെ, രൂപഘടനയാവട്ടെ, ഫിസിക്കൽ അപ്പിയറൻസ് ആവട്ടെ, നമുക്ക് എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഇത്തരം ഘടകങ്ങളെയാണ് നമ്മൾ ജനിതകം അല്ലെങ്കിൽ ജനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ പോലത്തെ മൂക്ക് നമുക്ക് കിട്ടണമെങ്കിൽ അച്ഛൻ്റെ മൂക്ക് തീരുമാനിക്കുന്ന എന്തോ നമ്മളിലേക്കും പാസ് ചെയ്ത് വന്നിട്ടുണ്ട്. അമ്മയുടെ പോലത്തെ മുടി നമുക്ക് വരണമെങ്കിൽ അമ്മയുടെ മുടിയുടെ ഘടന തീരുമാനിക്കുന്ന എന്തോ നമ്മളിലേക്കും വന്നിട്ടുണ്ട്, അല്ലേ? അതാണ് നമ്മൾ ജനറ്റിക്സ് അല്ലെങ്കിൽ ജനിതകം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ ബേസിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ, എന്താണ് കോശം? സെൽ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമുക്കെല്ലാം അറിയാം, നമ്മുടെ ശരീരത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാന ഘടകമാണ് എന്ത്? സെൽ അല്ലെങ്കിൽ കോശം എന്ന് പറയുന്നത്. ഘടനാപരവും ധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോശം, സെൽ എന്ന് പറയുന്നത്. നമുക്കറിയാലോ അല്ലെ, കോശത്തിൽ ഒരുപാട് ചെറിയ കുഞ്ഞു പാർട്സ് വേറെയുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ കോശം എന്താന്ന് മനസ്സിലായി. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ അച്ഛന്റെയും ഈ ജനിതകം, നമ്മൾ പറഞ്ഞില്ലേ ജനറ്റിക്സ് എന്ന് പറഞ്ഞില്ലേ, അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ സ്വഭാവങ്ങളും ഘടനാപരമായിട്ടുള്ള ഫിസിക്കൽ അപ്പിയറൻസ് പോലെയുള്ള കാര്യങ്ങളും നമ്മളിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ജീൻ വഴിയാണ്. ഓക്കെ, അപ്പൊ ജീൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ജീനുകളാണ്. ഈ ജീനാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രത്യേകതകൾ വേണം. നമ്മുടെ കണ്ണിന്റെ നിറം, കൃഷ്ണമണിയുടെ നിറം ഇത് വേണം, നമ്മുടെ മുടിയുടെ നിറം ഇത് വേണം, നമ്മുടെ ത്വക്കിന്റെ നിറം ഇങ്ങനെ വേണം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തീരുമാനിക്കുന്നത് എല്ലാം ജീനുകളാണ്. ഓക്കെ, ഇനി ജീനുകൾ DNA-യിലെ നിശ്ചിത ഭാഗങ്ങളാണ്. DNA-യിലെ നിശ്ചിത ഭാഗങ്ങളാണ് ജീനുകൾ എന്ന് പറയുന്നത്. ജീനുകളുടെ നിർദ്ദേശമനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും. അപ്പോൾ ഈ ജീനുകൾ പറയും എങ്ങനത്തെയുള്ള എന്തൊക്കെയാണ് നമ്മുടെ സ്വഭാവങ്ങൾ വേണ്ടത്, എന്തൊക്കെ സവിശേഷതകളാണ് നമുക്ക് വേണ്ടത്, ആ ജീനുകളാണ് തീരുമാനിക്കുന്നത്. ഈ ജീനുകൾ എവിടെയാ കാണപ്പെടുന്നത്? DNA-യിലാണ് ജീനുകൾ കാണപ്പെടുന്നത്. വാട്ട് ഈസ് ജീൻ? എ ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. Proteins, which are synthesized according to the instruction of genes, are responsible for the formation of characteristic features and for controlling metabolic activities. മനസ്സിലായോ? അപ്പൊ ജീൻ എന്താന്ന്? ഈ ജീനുകൾ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രത്യേകതകൾ വേണം, നമ്മുടെ ശരീരം എങ്ങനെയെല്ലാം പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം, ആ നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നത്, ഇൻസ്ട്രക്ഷൻസുകളെല്ലാം കൊടുക്കുന്നത് ആരാണ്? ജീനുകൾ. ഈ ജീൻസ് കാണപ്പെടുന്നത് എവിടെയാണ്? DNA. വേറൊരു ഇമേജ് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഒരു ഹ്യൂമൻ ബോഡി, ഒരു മനുഷ്യ ശരീരം. ആ മനുഷ്യ ശരീരത്തിൽ എന്താണിത്? ഒരു സെല്ല്, ഒരു കോശമാണ്. ആ കോശത്തിലെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ, മർമ്മത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? നമ്മള് ക്രോമസോമുകളുണ്ട്. ഈ ക്രോമസോമിൽ കണ്ടോ ഈ ക്രൊമാറ്റിഡുകൾ എന്ന് പറയുന്നത്, അല്ലെ? ഇങ്ങനെ ഏകദേശം 2 മീറ്ററിൽ കൂടുതൽ നീളമുണ്ടെന്നാ പറയുന്നത് ഒരു ക്രോമസോമിന്റെ ഉള്ളിലെ ക്രൊമാറ്റിഡിന്. ഈ ക്രോമസോമുകൾ അതിങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞു വെച്ചേക്കാണ്.
ആ ഒരു ക്രോമസോമിന്റെ ഉള്ളില് ആ ഒരു ഇഴ നമ്മൾ നിവർത്തി കഴിഞ്ഞാലുള്ള ഭാഗമാണ് ഇതെന്ത്? ഇതിനെയാണ് നമ്മൾ DNA എന്ന് പറയുന്നത്. കണ്ടോ, ഒരു സ്പൈറൽ ആയിട്ടുള്ള ഷേപ്പിൽ നിൽക്കുന്നത് DNA. ആ DNAയുടെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ ഈ ഒരു ഭാഗം, ഈ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗം എന്റെ മുടിയുടെ നിറത്തിനെ സൂചിപ്പിക്കുന്ന ജീനാണെന്ന് വിചാരിക്കട്ടെ. ഈ ഒരു ഭാഗമാണ്, ഈ ഒരു ജീനാണ് തീരുമാനിക്കുന്നത് എന്റെ മുടിക്ക് എന്ത് നിറം വേണം. ഈ ഒരു ഭാഗം എന്താ തീരുമാനിക്കുന്നത്? ഈ ഒരു ഭാഗം എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ നിറം എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ഈ ഒരു ജീനിന്റെ, ഈ ഒരു DNAയുടെ ഈ ഭാഗം, ഈ ഒരു ജീൻ എന്താ? എന്റെ ത്വക്കിന്റെ നിറം എന്ത് വേണമെന്ന് തീരുമാനിക്കാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമ്മുടെ എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്നത് ആരാണ്? ജീനുകളാണ് കൊടുക്കുന്നത്. അതിനനുസരിച്ചാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. അതാണ് ജീനുകൾ എന്ന് പറയുന്നത്. അപ്പൊ ജീനുകൾ എവിടെയാ കാണപ്പെടുന്നത്? DNA എവിടെയാ കാണപ്പെടുന്നത്? ക്രോമസോം. ക്രോമസോം എവിടെയാ കാണപ്പെടുന്നത്? ന്യൂക്ലിയസ്, മർമ്മം. അല്ലെ, ഈ മർമ്മം എവിടെയാ കാണപ്പെടുന്നത്? സെൽ, കോശം. അല്ലെ, അപ്പൊ ഈ സെല്ലാണ്, കോശമാണ് മനുഷ്യ ശരീരത്തിന്റെ നിർമ്മാണത്തിന്റെ, മനുഷ്യ ശരീരത്തിന്റെ അടിസ്ഥാന ഘടകം. ബേസിക് പാർട്ട് സെല്ലാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ അതാണ് ജീൻ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ജീൻ എഡിറ്റിംഗ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ മുടിയുടെ നിറം, ത്വക്കിന്റെ നിറം, അല്ലെങ്കിൽ കണ്ണിന്റെ നിറം, അതെല്ലാം വീട്. ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും ഭീകരമായിട്ടുള്ള അസുഖമുണ്ട്. നമുക്കറിയാലോ, ജനറ്റിക്കലി ട്രാൻസ്ഫർ ആയി വരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അല്ലെ, പാരമ്പര്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് കിട്ടുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പൊ ഈ അസുഖങ്ങളെ വരുത്തുന്ന ഒരു ജീനാണ് ഇത്. ഒരു അസുഖം വരുത്തുന്ന ജീനാണ് ഇത്. ആ ജീനിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ജീനിനെ ഇവിടെ നിന്ന് മുറിച്ച് മാറ്റി പകരം നല്ലൊരു ജീനിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അസുഖം മാറില്ലേ? മാറാലോ, അല്ലെ? അസുഖത്തിന് കാരണമായിട്ടുള്ള ഒരു ജീനിനെ ഇവിടെ നിന്ന് മാറ്റി പുതിയ ഒരു ജീനിനെ, അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീനിനെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അപ്പൊ അസുഖം മാറാലോ, ഇല്ലേ? അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ജീൻ എഡിറ്റിംഗ് എന്താ നോക്കൂ. ജെനിഫർ എ ഡൗന, എമ്മാനുവൽ കാർപെന്റർ, ഇവർ രണ്ടുപേരാണ് ജീൻ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയിരിക്കുന്നത്. DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് ജീൻ എഡിറ്റിംഗ്. അതായത് നമുക്ക് വേണ്ട രീതിയിൽ ജീനിനെ മാറ്റുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീൻ എഡിറ്റിംഗ്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ്, ആ ഒരു പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് എന്ത്? CRISPR-Cas9 എന്ന് പറയുന്നത്. CRISPR-Cas9. ജീൻ എഡിറ്റിംഗ് ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ജീൻ എഡിറ്റിംഗ് ഉപകരിക്കും. കണ്ടോ, എന്താ? ജെനിഫർ എ ഡൗന ആൻഡ് ഇമ്മാനുവൽ കാർപെന്റർ. ജീൻ എഡിറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഡിസൈർഡ് ചേഞ്ചസ് ടു സർട്ടൻ ജീൻസ് ഇൻ DNA. DNAയിൽ എന്താ? DNAയിൽ കാണപ്പെടുന്നതാണ് ജീനുകൾ, നമ്മളിപ്പോ പഠിച്ചു. ആ ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ഡിസൈർഡ് ചേഞ്ചസ്, നമുക്ക് എന്ത് മാറ്റമാണ് വരുത്തുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു, ആ അസുഖം വരുത്തുന്ന ജീൻ നമ്മൾ കണ്ടുപിടിച്ചു, അതിനെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് മുറിച്ചു, പകരം വേറെ ജീനിനെ വച്ചു. ഓക്കെ, അതിന്റെ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് CRISPR-Cas9. ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു മേക്ക് റെവല്യൂഷണറി അഡ്വാൻസസ് ഇൻ genetic disease therapy, treatment of cancer, and in the production of disease and pest-resistant varieties of crops. ഇല്ലേ, പലതരത്തിലുള്ള നമ്മളിപ്പോ കീടങ്ങള് ആക്രമിക്കാത്ത വെറൈറ്റീസ്, ക്രോപ്സ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോ. അപ്പോ അതെല്ലാം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ജീൻ എഡിറ്റിംഗ് വഴിയാണ്. ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാം. ഈ ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയത് കൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും എന്ത് നോബൽ പ്രൈസ് കൊടുത്തത്. നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രിയിലെ നോബൽ സമ്മാനം കൊടുത്തത്. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 രസതന്ത്ര നോബൽ ഇമ്മാനുവൽ കാർപെന്റർ, ജെന്നിഫർ എഡൌന എന്നിവർ പങ്കിട്ടു. DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് CRISPR-Cas എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം.
ഇത് ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇത് ഉപകരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എന്താ, സെൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ അറിയാം. ജീൻ എന്താണെന്ന് പഠിച്ചു, ജീൻ എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് പഠിച്ചു, ജീൻ എഡിറ്റിംഗ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഈ 3 കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് 1-2 പേജേ ഉണ്ടാവുള്ളൂ. നല്ലതുപോലെ വായിക്കുക, നോട്ട്സ് എഴുതി വെക്കുക, വായിച്ച് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.